ഹായ് ഫ്രണ്ട്സ്, ഫിനാൻസ് വിത്ത് ജിക്കയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തിനാണ് ഫിനാൻസ് പ്ലാനിങ് ചെയ്യേണ്ടത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ ആക്ച്വലി പേഴ്സണൽ ഫിനാൻസിൻ്റെ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകണമെങ്കിൽ, നിങ്ങളുടെ മണി ഇരട്ടിപ്പിക്കണമെങ്കിലും, നിങ്ങളുടെ മണി നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ മണീനെ കൺട്രോൾ ചെയ്യണമെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ സ്വയം ഒരു കൺട്രോളിങ് സ്ട്രാറ്റജിയിലൂടെ പോകേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് യൂണിവേഴ്സൽ മെത്തേഡാണ് ബഡ്ജറ്റ്. എന്താണ് ബഡ്ജറ്റ്? അപ്പോൾ നിങ്ങൾക്കറിയാം, കേരളത്തിൽ എല്ലാ വർഷവും നമ്മുടെ ചീഫ് ഫിനാൻസ് മിനിസ്റ്റർ ബജറ്റ് അവതരിപ്പിക്കാറുണ്ട്. സെൻട്രൽ ഫിനാൻസ് മിനിസ്റ്റർ എന്ത് ചെയ്തു, ബജറ്റ് അവതരിപ്പിക്കാറുണ്ട്. ഓരോ സ്ഥാപനങ്ങളും അവർ ആ ഒരു വർഷം ഉണ്ടാക്കാൻ പോകുന്ന റവന്യൂ, എക്സ്പെക്റ്റ് ചെയ്യുന്ന റവന്യൂ, അല്ലെങ്കിൽ എങ്ങനെയാണ് എക്സ്പെൻഡിച്ചർ കൊണ്ടുപോകാൻ പോകുന്നത്, എല്ലാ കാര്യങ്ങളും ഫ്യൂച്ചറായിട്ടുള്ള പ്രൊജക്റ്റുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ബജറ്റ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ബജറ്റ് ഈസ് യൂണിവേഴ്സൽ. ഇത്രയും വലിയ സ്ഥാപനങ്ങൾ ബജറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സ്വയം ഒരു ബജറ്റ് ഉണ്ടാക്കിക്കൂടാ? നമ്മുടെ ഫാമിലിയിൽ ഒരു ബജറ്റ് ഉണ്ടാക്കിക്കൂടാ? നമ്മൾക്ക് സ്വയം നമ്മൾ സ്പെൻഡിങ് ലിമിറ്റും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ബജറ്റ് ഉണ്ടാക്കിക്കൂടാ? അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫണ്ടമെൻ്റലായിട്ട് എങ്ങനെ നമുക്ക് പേഴ്സണലായിട്ട് ഒരു ബജറ്റ് ക്രിയേറ്റ് ചെയ്യാം, നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് എങ്ങനെ പ്രോപ്പറായിട്ടൊരു ബജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ബജറ്റ് എന്ന് പറയുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബജറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ഡോക്യുമെൻ്റാണ്. യൂസ് ടു പ്രൊജക്റ്റ് ഫ്യൂച്ചർ ഇൻകം ആൻഡ് എക്സ്പെൻസസ്. നമ്മൾ ഭാവിയിലേക്കുള്ള ഇൻകത്തിനെയും എക്സ്പെൻസിനെയും പ്രൊജക്റ്റ് കാണിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ബജറ്റ്. അത്രേ ഉള്ളൂ. അതായത് നമ്മുടെ സ്പെൻഡിങ് പ്ലാൻ കാണിക്കുന്ന ഒരു ഡോക്യുമെൻറ്റ്, നമ്മുടെ ഇനി വരാൻ പോകുന്ന മാസങ്ങളിലെ സ്പെൻഡിങ് പ്ലാൻ, ഇനി വരാൻ പോകുന്ന മാസങ്ങളുടെ ഇൻകം പ്ലാൻ, ഇതൊക്കെ കാണിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ്. ഇത് നമ്മൾ തയ്യാറാക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. പല രീതിയിൽ നമുക്ക് ബജറ്റ്സ് ഉണ്ടാക്കാം. ബജറ്റ്സ് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് ബജറ്റ്സ് ഉണ്ടാക്കിയാലുള്ള അഡ്വാൻറ്റേജ് നമുക്കൊന്ന് പഠിക്കാം. ഫസ്റ്റ് അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻകത്തിനെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. എന്താണ് നമ്മൾ ഇൻകത്തിനെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എത്ര വരുമാനം വരുന്നുണ്ടെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. പല ആൾക്കാർക്കും ഫിക്സഡ് ആയിട്ടുള്ള ഇൻകം ആയിരിക്കാം. ചില ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഓരോ ദിവസങ്ങളിൽ ഇൻകം ആയിരിക്കാം, ആഴ്ചകളിൽ ഇൻകം ആയിരിക്കാം, ചിലപ്പോൾ ഒരു ബൾക്ക് എമൗണ്ട് ആയിരിക്കാം. സോ യു ക്യാൻ ട്രാക്ക് യുവർ ഇൻകം. ഓരോ മാസത്തിലും എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ പാറ്റേൺസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ട്രാക്ക് യുവർ എക്സ്പെൻസ്, ഇതാണ് രണ്ടാമത്തത്. നിങ്ങളുടെ എക്സ്പെൻസിനെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. മൂന്നാമത്തത്, എപ്പോഴാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഇൻകം വരുന്ന സ്പോട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചില്ല, അങ്ങനെയല്ല അത് വർക്ക് ചെയ്യുക. കാരണം ഒരു മൊമെൻറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാവും എക്സസ് മണി ഉണ്ടോ, ഇത് എക്സ്ട്രാ ബാങ്കിലുണ്ടോ, എമർജൻസി ഫണ്ട് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണോ. അപ്പം എപ്പോഴാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. 90% ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് സ്റ്റോപ്പ് ചെയ്യാനുള്ള പ്രധാന കാരണം അവർ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. മെൻ്റലി ആണെങ്കിലും അവരുടെ ബാങ്ക് അക്കൗണ്ടിലും അവർ പ്രിപ്പയർഡ് ആയിട്ടുണ്ടാവില്ല. ജസ്റ്റ് ആസ് ഇറ്റ് ഈസ് ലൈക്ക് തുടങ്ങുന്ന രീതി തുടങ്ങി, പക്ഷേ ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ആൾക്കാർ ഇൻഷുറൻസ് എടുത്തിട്ട് ലാപ്സ് ആവുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ എന്തെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൽ തുടങ്ങിയിട്ട് അത് ലാപ്സ് ആവുന്നുണ്ട്. എന്തുകൊണ്ട് വെച്ചാൽ ദേ ഡോണ്ട് നോ എക്സാക്ട്ലി. അപ്പോൾ അവരുടെ ഫിനാൻസ് പ്ലാൻ പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഈ ബജറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏത് മാസമാണ് തുടങ്ങേണ്ടത്, എപ്പോഴാണ് എക്സസ് മണി വരിക എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അതുമാത്രമല്ല, അടുത്തത് വെച്ചാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എമർജൻസി ഫണ്ട് ആൻഡ് പീരിയോഡിക് ഗോൾസ്. എമർജൻസി ഫണ്ടും പീരിയോഡിക് ഗോൾസും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ ബജറ്റ് നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിനെയും നിങ്ങൾക്ക് എക്സ്പെൻഡിച്ചറിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കാം. തീർച്ചയായിട്ടും എമർജൻസി ഫണ്ട് ഒരു വ്യക്തിക്ക് വേണ്ടത് വളരെ നിർബന്ധമാണ്. നമുക്കറിയാം, പല കണ്ടിജൻസിയിലൂടെ നമ്മൾ കടന്നു പോകുന്നതാണ്. അപ്പോൾ ഒരു എക്സ്ട്രാ എമർജൻസി ഫണ്ട് നമ്മൾ ആക്കി വെക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പീരിയോഡിക് ഗോൾസ്. ഇപ്പോൾ നിങ്ങൾ ഫാമിലി ആണെങ്കിൽ വെക്കേഷനിൽ പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വിവാഹം അങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പീരിയോഡിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രാ സേവിങ്സ് ഉണ്ടാക്കണമെങ്കിലും ബജറ്റ് നിങ്ങളെ സഹായിക്കും. അടുത്തത് പറയാൻ പോകുന്നത് നമ്മൾ ഡെപ്റ്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് റീപേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിനുള്ള പ്ലാനും സ്ട്രാറ്റജീസൊക്കെ ഉണ്ടാകണമെങ്കിൽ അത് നിങ്ങളെ ഈ ഒരു പ്രോപ്പറായിട്ടുള്ള ബജറ്റിംഗ് നിങ്ങളെ സഹായിക്കും. സ്പെൻഡിങ് പ്ലാൻ നിങ്ങൾക്ക് മനസ്സിലാവും. സ്പെൻഡിങ് പ്ലാൻ ഞാൻ കൃത്യമായിട്ട് പറയാൻ കാരണം, ഒരു മാസം ഒരു അക്കൗണ്ടിൽ, ഒരു വ്യക്തിയുടെ അക്കൗണ്ടിൽ 20,000 രൂപ വരുന്നുണ്ട് ഇരിക്കുക. നമുക്ക് പെട്ടെന്ന് നമുക്കുണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് നമ്മൾ ആക്ച്വലി ഇമ്പൾസീവ് ബൈങ് നടത്തും. അതായത് പെട്ടെന്നൊരു ഇന്നത് വാങ്ങിച്ചേക്കാം, 20,000 രൂപ ഉണ്ടല്ലോ, ഇന്നത് വാങ്ങിച്ച് നമ്മൾ അനാവശ്യമായിട്ട് നമുക്ക് വേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടംപോലെ വാങ്ങിച്ചു വെക്കും. അൾട്ടിമേറ്റ്ലി നമുക്കറിയില്ല നമ്മൾ ഡെപ്റ്റിൽ എപ്പോഴാണ് പേ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അറിയാത്തത് കൊണ്ടും അലോക്കേഷൻ പ്ലാൻ കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്പെൻഡിങ് പ്ലാൻ നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ, നമ്മൾ എത്രയാണ് ഈ മാസത്തേക്കുള്ള സ്പെൻഡിങ് ലിമിറ്റ്, ഇതായോ, ഇതിനകത്ത് കുറവുണ്ടോ കൂടുതലുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഫൈനലി നമ്മുടെ ഫിനാൻസ് പ്രോപ്പർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി വി വിൽ ബി സ്ട്രെസ് ഫ്രീ. നിങ്ങളെ അന്വേഷിച്ച് ആരും വരില്ല, ബാധ്യതകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തീർക്കാൻ പറ്റും. നമുക്ക് ആക്ച്വലി വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് മറ്റ് കാര്യങ്ങളിൽ നമുക്ക് സമയം കണ്ടെത്താനും ഹാപ്പി ആയിട്ടിരിക്കാനും പറ്റും. ഫൈനലി യു വിൽ ലേൺ ദ റിലേഷൻ വിത്ത് മണി.
ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് പൈസ എങ്ങനെയാണ് ഉണ്ടാകുന്നതും പൈസേനെ എങ്ങനെയാണ് മാനേജ് ചെയ്യണമെന്ന് അറിയണം. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ മണിയുമായിട്ട് റിലേഷൻ ഉണ്ടാക്കണം. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മളെ 15,000 രൂപ അക്കൗണ്ടിലുള്ള വ്യക്തി എങ്ങനെയാണ് ഒരു വർഷം കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ സെയിം അക്കൗണ്ടിൽ ഒരു 1,73,000 ഉണ്ടാക്കുന്നു വെറും ബഡ്ജറ്റ് പ്ലാനിങ്ങിലൂടെ മാത്രമെന്ന് ഞാൻ കാണിക്കാം. ഡയറക്റ്റായിട്ട് ലൈവായിട്ട് കാണിക്കാം. അതിനു മുമ്പ് ബേസിക്കലി റിലേഷൻഷിപ്പ് വിത്ത് മണി നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വളരെ പ്രോപ്പറായിട്ട് ഫിനാൻസിനെ കുറിച്ചിട്ടും പേഴ്സണൽ ഫിനാൻസിലും നല്ല രീതിയിൽ എക്സൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾ സഹായിക്കുന്ന ഒരു ഡോക്യുമെൻറ്റും കൂടിയാണ് ബഡ്ജറ്റ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ആക്ച്വലി ഒരു യൂസ് കേസ് എടുക്കാം. എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു വ്യക്തിയുടെ കേസ് എടുക്കുകയാണ്. ഇത് ആക്ച്വലി ഈ ഒരു ബഡ്ജറ്റിൻ്റെ കേസിൽ ഞാൻ പറയുന്ന സമയത്ത് പല രീതിയിൽ നമുക്ക് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാം. വീക്ക്ലി പ്രിപ്പയർ ചെയ്യാം, മന്ത്ലി പ്രിപ്പയർ ചെയ്യാം, ഇയർലി പ്രിപ്പയർ ചെയ്യാം, ക്വാർട്ടർലി പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ പല രീതിയിലും പല ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഡൈനാമിക് ബഡ്ജറ്റ് ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റാറ്റിക് ബഡ്ജറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളുടെ ഈ നാഷണാലിറ്റി എങ്ങനെയാണെന്നോ നിങ്ങളുടെ ബിസിനസ് പ്ലാൻ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ കോമൺ ആയിട്ട് ജനറിക്കായിട്ട് ഇതിൻ്റെ ഫൗണ്ടേഷൻ എങ്ങനെയാണെന്ന് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ബഡ്ജറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവർ ഞാനൊരു വ്യക്തിയുടെ കേസ് എടുക്കുകയാണ്. അദ്ദേഹത്തിന് ഇൻകം കൺസിഡർ 40,000 റുപ്പീസാണ് അദ്ദേഹത്തിന് ഇൻകം എന്ന് വിചാരിക്കാം. ഇപ്പം ഇൻകം എത്രയാണ്? 40,000 റുപ്പീസ്. ഓക്കെ, ഇതാണ് ഒരു മാസം വരുന്ന ഇൻകം. ബാക്കിയുള്ളത് ഈ ഹോം ലോൺ, കാർ ലോൺ, എഡ്യൂക്കേഷൻ ഫീ, പെട്രോൾ, ഫുഡ്, ഇൻഷുറൻസ്, ചിട്ടി 1, ചിട്ടി 2, ഡ്രസ്സ്, ഇത്തരത്തിലുള്ള ഇത്രയും എമൗണ്ടുകൾ കംപ്ലീറ്റ് ആയിട്ട് എന്താണ് എക്സ്പെൻസാണ്. ഓക്കെ, അപ്പോൾ ഈ എക്സ്പെൻസുകൾ നമ്മൾ ഫസ്റ്റ് ബഡ്ജറ്റിൻ്റെ ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ ഇൻകം ആൻഡ് എക്സ്പെൻസസ് നമ്മൾ സോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഒന്നുകിൽ ഒരു പേപ്പറിൽ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ എക്സൽ ഷീറ്റിൻ്റെ സഹായത്തോട് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ഇത് കറക്റ്റായിട്ട് കാണിച്ചത്. ഇപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു? ഹോം ലോണിന് 7,000, കാർ ലോൺ 7,500, എഡ്യൂക്കേഷൻ ലോണിന് 2,500, പെട്രോൾ 3,000, ഫുഡ് 4,500, ഇൻഷുറൻസ് 1,700, ചിട്ടി 2,000, അടുത്ത ചിട്ടി 3,000, ഡ്രസ്സ് 3,000. ഇങ്ങനെയാണ് ഞാനൊരു ഇത് ചെയ്തു. ഇപ്പോൾ ഡ്രസ്സ് എല്ലാ ആൾട്ടർനേറ്റീവ് മന്തിലുമാണ് വാങ്ങിക്കുന്നത്, എല്ലാ മാസങ്ങളിലും വാങ്ങിക്കുന്നില്ല. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു ബാലൻസ് ആയിട്ട് ഒരു 15,000 രൂപ ഇപ്പോൾ കിടപ്പുണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു എക്സ്പെൻസും ഈ ഒരു ഇൻകവും ഈ ഒരു ബാലൻസും വെച്ചിട്ട് നമ്മൾ ജനുവരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡിസംബർ ആകുമ്പോഴേക്കും എത്രയാണ് ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ബാക്കി ഉണ്ടാവുക സേവിങ്സ് ആയിട്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ചെയ്യുന്നൊരു പ്രത്യേകിച്ചാൽ ചിട്ടി ഒരു ജൂലൈ ആകുമ്പോൾ തീരുന്നുള്ളൊരു കണ്ടീഷൻ ഞാൻ കൊടുക്കുന്നു. അതേപോലെ തന്നെ ഡ്രസ്സ് എല്ലാ ആൾട്ടർനേറ്റീവ് മന്തിലാണ്, എല്ലാ മാസങ്ങളും വാങ്ങിക്കില്ല. ലൈക്ക് ഒരു മാസം വാങ്ങിച്ച് അടുത്ത മാസം വാങ്ങിക്കില്ല, അതിനപ്പുറത്തെ മാസം, അങ്ങനെ ആയിരിക്കും എക്സ്പെൻസ് വരിക. ഇതാണ് കണ്ടീഷൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് എക്സലും ചെയ്ത് നോക്കാം ഇതെങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റിൻ്റെ എക്സൽ ഷീറ്റിലേക്ക് കിടക്കാം. ഇതുവഴിയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ കസ്റ്റമറുടെ കയ്യിലുള്ള ആകെയുള്ള ഈ മാസത്തെ ജനുവരി തുടങ്ങുമ്പം 15,000 രൂപയുണ്ടെന്ന് വിചാരിക്കാം. ഇൻകം അയാൾക്ക് ഒരു എല്ലാ മാസങ്ങളിലും കിട്ടുന്ന എമൗണ്ട് 40,000 രൂപയാണ്. ഹോം ലോൺ ഒരു 7,000 രൂപനകത്ത് നിന്ന് വരും. കാർ ലോണ് 7,500, എഡ്യൂക്കേഷൻ ഫീസ് 2,500, പെട്രോളിന് 3,000, ഫുഡിന് 3,000, ഇൻഷുറൻസിന് 1,700 ഉണ്ട്, ചിട്ടിക്ക് 2,500, ഡ്രസ്സിന് 3,000, എക്സ്ട്രാ എക്സ്പെൻസ് 1,000, ടോട്ടൽ എക്സ്പെൻസ് 33,200. അതായത് ഒരു മാസം അദ്ദേഹത്തിന് ആകെ സേവ് ചെയ്യാൻ പറ്റുന്നത് 6,800 രൂപയാണ്. ഓക്കെ, നമുക്ക് ഈ മാസം വർഷാവസാന സമയത്ത് കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന് നോക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു? ഡയറക്റ്റായിട്ട് ഇത് എല്ലാം ഫിക്സഡ് ആണെന്ന് വിചാരിക്കാം. നമ്മൾ ഇതെല്ലാം എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് ഡിസംബർ വരെ കോപ്പി ചെയ്യുന്നു. സെയിം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഒരു ഫോർമുല ഉപയോഗിച്ചിന് എക്സ്പെൻസ് എങ്ങനെ കണ്ടുപിടിച്ചത്? B5 നിന്നും B14 വരെയുള്ള ടോട്ടൽ കാൽക്കുലേഷനാണ്. അത് തന്നെ നമ്മൾ എല്ലാ ഇതിലും ചെയ്യുന്നത്. ഇനി നമ്മുടെ ബാലൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? B3 എന്ന് പറഞ്ഞാൽ എന്താണ്? ബാലൻസ് പ്ലസ് ഇത് മൈനസ് ഈ ടോട്ടൽ എക്സ്പെൻസ്. അപ്പോൾ അത് നമുക്ക് ആ ഫോർമുല തന്നെ നമുക്ക് ഇവിടെയും അപ്ലൈ ചെയ്യാം. ഓക്കെ, 6,800 ബാലൻസ് ഇപ്പോൾ കാണിക്കുന്നത്. നമുക്ക് മാറ്റാം. അപ്പോൾ ഒരു മാസം തുടങ്ങുന്ന സമയത്ത് 21,500. അപ്പോൾ ഇവിടെ ഫെബ്രുവരിയിൽ എന്ത് ചെയ്യും? ആ എമൗണ്ടാണ് വരിക അല്ലേ? എന്താണ്? സം ഈ ബാലൻസാണ് വരിക. അപ്പം വന്നു. അപ്പം രണ്ടാമത്തെ മാസം സമയത്ത് 21,800 പകരം 28,600 ഉണ്ടാവും. ഇത് എങ്ങനെ പോയി മാർച്ച് ആവുന്ന സമയത്ത് നമുക്ക് ഡിസംബർ ആവുന്ന സമയത്ത് എത്രയാണ് ബാലൻസ് വരിക എന്ന് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ മാർച്ച് മാസം സമയത്ത് ഈക്വൽ സം ഇതാണ് വരിക. ഓക്കെ, C6. ഇനി ഇവിടെയോ ഈക്വൽ സം
D16. ഓക്കെ, 96,600 ആണ് ഇപ്പോൾ കറക്റ്റ്ലി ഉള്ളത്. നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ മനസ്സിലാവും ഈ എമൗണ്ട് എങ്ങനെയാണ് വന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മാസവും ഇവിടെ കാണുന്നുണ്ട്. എല്ലാ മാസവും 6800. ഓക്കെ, ഇൻറ്റു 12, 6800 ഇൻറ്റു 12 എന്ന് പറയുന്നത് 81,000 രൂപയാണ്. 81,000-ഉം 15,000-ഉം കൂട്ടിക്കഴിഞ്ഞാൽ 96 കറക്റ്റാണ് നമ്മൾ സേവ് ചെയ്ത എമൗണ്ട്. ഇനിയാണ് മാജിക്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഡ്രസ്സ് എല്ലാ മാസങ്ങളിലും വാങ്ങിക്കുന്നില്ല. ഓക്കെ, നമുക്ക് ബജറ്റ് പ്ലാൻ ചെയ്യാണ് ചെയ്യുന്നത്. ഫോർകാസ്റ്റിംഗ് ആണ്. എല്ലാ ആൾട്ടർനേറ്റീവ് മാസങ്ങളിലും മാത്രമാണ് നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കുന്നതെന്ന് വിചാരിക്കുക. കണ്ടോ, നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് മാറിയതുണ്ടോ, 1,14,000 രൂപ. ഇനി ചിട്ടി, ഒന്നാമത്തെ ചിട്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ വിളിച്ച ചിട്ടിയാണ്, അത് തീരുന്ന് വിചാരിക്കുക. ഓക്കെ, 0. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എമൗണ്ട് വീണ്ടും കൂടി നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് നമ്മൾ നോക്കിയോ എത്രയായിട്ടാണ് മാറുന്നത്. ഇനി ഇവിടെ ഇൻകം നിങ്ങളുടെ മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് റിവിഷൻ നടന്നു. നിങ്ങളുടെ സാലറി 45,000 രൂപയായി. ഓക്കെ, 45,000 രൂപ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയുള്ള അടുത്ത മാസങ്ങളിലൊക്കെ 45,000 വാങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടാകുന്ന സേവിങ്സ് ഇതേ പാറ്റേണിൽ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ 1,77,000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഇനി ഏപ്രിൽ മാസവും മാർച്ച് മാസത്തിൽ സ്കൂൾ പൂട്ടുകയാണ്. സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാൽ ട്യൂഷൻ ഫീസ് കൊടുക്കണ്ട, 0. ഓക്കെ, ജൂണിലാണ് പിന്നെ കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ 1,88,000 രൂപ ഉണ്ടാവും. നിങ്ങൾ എക്സ്ട്രാ എക്സ്പെൻസ് ഈ മാസം എക്സ്ട്രാ 2,000 വരാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് കുറയും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചിട്ടി ഇനി എവിടെയാണ് നിങ്ങളുടെ കയ്യിൽ എമൗണ്ട് വരിക, ഒക്ടോബർ മാസം ആകുമ്പോഴേക്കും 1,50,000 രൂപ വരും. നവംബർ ആകുമ്പോൾ 1,64,000 രൂപ വരും. ഇത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തു, ഇവിടെ വളരെ ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് മാസങ്ങളിലാണ് നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഇതേപോലെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എങ്ങനെയാണ് എമൗണ്ട് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊരു സിമ്പിൾ ഫോർമാറ്റാണ്. ഇവിടെ ഞാനൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ഇൻകം ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു, എക്സ്പെൻസ് ഇവിടെ എഴുതി, അതിനുശേഷം ഇൻകത്തിന് എക്സ്പെൻസിന് മൈനസ് ചെയ്ത എമൗണ്ട് എഴുതി, ബാലൻസ് എഴുതി. അത് ഇവിടെ ഫെബ്രുവരിയിലേക്ക് കൊണ്ടുവന്നു. പിന്നെ അങ്ങനെ പോയ സമയത്ത് കിട്ടിയ എമൗണ്ടാണ്. ഇത് പ്ലാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് എവിടെയാണ് നമ്മുടെ ഏത് മാസമാണ് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവുക, ഏത് മാസമാണ് നമുക്ക് എക്സ്പെൻസ് കൂടുതലുണ്ടാവുക, കുറവുണ്ടാവുമെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഏറ്റവും എക്സ്പെൻസ് കുറവുള്ള ഒരു മാസങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഏപ്രിലാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് മനസ്സിലായി, ഏപ്രിൽ മാസമാണ് എക്സ്പെൻസ് കുറവുള്ളത്. ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യാം. കാരണം നമ്മൾ സാധാരണ എക്സ്പെൻസ് 33,000 രൂപയാണ്, 7,000 രൂപ കുറവുണ്ട് ഇവിടെ എക്സ്പെൻസ്. കണ്ടോ, അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാകാൻ പറ്റും എവിടെയാണ് കൃത്യമായിട്ട് നമുക്ക് എന്തെങ്കിലും പുതിയ ചിട്ടി ചേരണമെന്നുണ്ടെങ്കിൽ ചിട്ടി ചേരാം. അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ നമുക്കിവിടെ എടുക്കാൻ പറ്റും. ഇതാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുന്നതിൻ്റെ ഗുണം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ബജറ്റിംഗ് എന്താണ് വളരെ കൃത്യമായിട്ട് മനസ്സിലായിരിക്കുന്നു. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ ഗൂഗിൾ ഷീറ്റിൻ്റെ സഹായത്തോടെ ഞാൻ ചെയ്തിട്ടുള്ളത്, എക്സലിൽ ചെയ്യാം. അതേപോലെ തന്നെ ഒരുപാട് ഫോർമാറ്റുകൾ അവൈലബിൾ ആണ്. ഗൂഗിൾ ഷീറ്റിൽ തന്നെ ഒരുപാട് ഫോർമാറ്റുകൾ അവൈലബിൾ ആണ്, ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളായിട്ടുള്ള രീതിയിൽ ബജറ്റ് പ്ലാൻ ചെയ്യാം. കോർ എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ എക്സ്പെൻസും നിങ്ങളുടെ ഇൻകം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു പാറ്റേൺ കിട്ടും. ആ പാറ്റേണിൽ നിന്നുകൊണ്ട് നിങ്ങളിനി കളിക്കാൻ തുടങ്ങുക. ഇത് ആക്ച്വലി വളരെ ഡീപ്പായിട്ട് ഈ ഒരു ടെംപ്ലേറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ ഷീറ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അത് തന്നെ പ്രിപ്പയർ ചെയ്യാം. ഇല്ല, ഇപ്പോൾ ഒരുപാട് ആപ്പുകൾ അവൈലബിൾ ആണ്. നമുക്ക് ഫോണിൽ തന്നെ ബജറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരുപാട് ആപ്പുകൾ അവൈലബിൾ ആണ്. ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻകമും നിങ്ങളുടെ എക്സ്പെൻസും നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതേപോലെ തന്നെ എപ്പോഴാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ആ ഷീറ്റ് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെയും സെൽഫ് ഫിനാൻസും പേഴ്സണൽ ഫിനാൻസും ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഫൗണ്ടേഷനാണ് ബജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു സോ മച്ച്.